സുഹൃത്തുക്കളെ, ഒരു ഇടിവെട്ട് ന്യൂസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ന്യൂസ് വേറൊന്നുമല്ല, ടിക്ടോക്ക് എന്ന് പറയുന്ന ഈ ഒരു ചൈനീസ് ആപ്പ് ഇന്ത്യയിൽ നിരോധിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണമെന്ന് പറയുന്നത്, ഒരു അരമണിക്കൂർ മുമ്പേ എൻ്റെ അർജുൻ വ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ടിക്ടോക്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റുള്ളവരെ ഫോണിലെ വിവരങ്ങൾ ചോർത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടിക്ടോക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ നിന്നും എടുത്തു കളയും, ഇന്ത്യയിൽ നിരോധിക്കും എന്നൊക്കെ പറഞ്ഞു ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഞാനൊന്ന് TV കണ്ടുകൊണ്ടിരുന്ന ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് വരുന്നു, ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടി, സത്യമായിട്ട് ഞെട്ടി. അപ്പോൾ ടിക്ടോക്ക് മാത്രമല്ല ഇന്ത്യയിൽ നിരോധിച്ചത്, ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല, 49 ചൈനീസ് ആപ്ലിക്കേഷനുകളാണ് ഇന്ത്യയിൽ നിരോധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട UC ബ്രൗസറും ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചു എന്നുള്ള വാർത്തയാണ് വന്നത്. മറ്റു ആപ്ലിക്കേഷനുകൾ ഏതെല്ലാമാണെന്ന് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നോക്കില്ല. അപ്പോൾ എല്ലാം കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും നാളെ ഇടുന്നതായിരിക്കും. എന്തായിരുന്നാലും ടിക്ടോക്ക്, UC ബ്രൗസർ തുടങ്ങിയ 49 ആപ്ലിക്കേഷനുകളാണ് ഇന്ത്യയിൽ നിരോധിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണോ അല്ലെങ്കിൽ സങ്കടമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും അക്ഷരാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഇത്ര ഒരു നീക്കം ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ബാനും അല്ല, സത്യം പറഞ്ഞാൽ ടിക്ടോക്ക് ബാൻ ചെയ്തതല്ല, ക്ലോസ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉടൻ തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ അറിഞ്ഞ ഒരു വിവരം നിങ്ങൾക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പം തന്നെ ഇതുപോലുള്ള ടെക്നോളജി ന്യൂസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.